ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഈ മരുത്തുക്കളുടെ ഉദ്ഭവകഥ പറയുന്ന ആ സമയം ഏകദേശം ഹിരണ്യകശിപുവിൻ്റെയും വധം കഴിഞ്ഞതിന് ശേഷമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രഹ്ലാദന്റെ കഥ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. ഭാഗവതത്തിൽ നടന്ന ആ സംഭവങ്ങളുടെ ക്രമത്തിലല്ല ഭാഗവതത്തിൽ അത് വർണ്ണിച്ചിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് പരീക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ശ്രീ ശുക ഉവാച, ശുകബ്രഹ്മർഷി കഥ പറഞ്ഞു തുടങ്ങുന്നത് 2 മക്കളും വധിക്കപ്പെട്ടതിലുള്ള ദുഃഖത്താൽ ദിതി സങ്കടപ്പെട്ടു എന്നാണ്. അപ്പോൾ ദിതിക്ക് ആകെ 2 മക്കളെ ഉള്ളൂ, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും എന്ന് പറഞ്ഞു. അപ്പോൾ 2 മക്കളും വധിക്കപ്പെട്ടതിന്റെ സങ്കടത്തിൽ ഇരിക്കുന്ന ദിതിയെ കുറിച്ചാണ് പറയുന്നത്. 23-ാമത്തെ ശ്ലോകം. ഹതപുത്രാഹ ദിതിഹി ശക്രപാർഷ്ണിഗ്രാഹേണ വിഷ്ണുന മന്യുന ശോകദീപ്തേന ജ്വലന്തി പര്യചിന്തയത്. ശക്രപാർഷ്ണിഗ്രാഹേണ, ശക്രന്റെ ഇന്ദ്രന് പിൻബലമായിരിക്കുന്ന വിഷ്ണുന, ഭഗവാൻ മഹാവിഷ്ണുവിനാൽ ഹതപുത്രാഹ വധിക്കപ്പെട്ട പുത്രന്മാരോടു കൂടിയവളായി ഭവിച്ച ദിതി ശോകദീപ്തേന ദുഃഖത്താൽ എരിഞ്ഞുയർന്ന മന്യുന കോപത്താൽ ജ്വലന്തി ജ്വലിച്ചുകൊണ്ട് പര്യചിന്തയത് പലതും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വധിച്ചത്. 2ഉം ഇന്ദ്രനു വേണ്ടി അല്ലെങ്കിൽ ദേവന്മാർക്ക് വേണ്ടിയാണ്. അപ്പോൾ തൻ്റെ 2 മക്കളും വധിക്കപ്പെട്ടത് ഇന്ദ്രൻ കാരണമാണ് എന്ന ചിന്തയാൽ ഇന്ദ്രനോടാണ് ദിതിയുടെ ദേഷ്യം മുഴുവൻ. 24-ാമത്തെ ശ്ലോകം. കഥാനു ഭ്രാതൃഹന്താരം ഇന്ദ്രിയാരാമം ഉൽബണം അക്ലിന്നഹൃദയം പാപം ഘാതയിത്വ സുഖം ശയേ. ഇവിടെ ഇന്ദ്രനും ദേവന്മാരും ദൈത്യന്മാരും എല്ലാം ഒരേ അച്ഛന്റെ മക്കളാണ്. അങ്ങനെ വരുമ്പോൾ ദേവന്മാരുടെ സഹോദര സ്ഥാനത്താണ് അസുരന്മാർ. അതാണ് ഇവിടെ പറയുന്നത്. ഭ്രാതൃഹന്താരം, തൻ്റെ ഭ്രാതാക്കളുടെ ഘാതകനും എന്നാൽ അതിലൊന്നും തെല്ലും കുറ്റബോധമില്ലാതെ ഇന്ദ്രിയാരാമം, തൻ്റെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ രമിച്ചു കഴിയുന്നവനും, ഉൽബണം അതിക്രൂരനും, അക്ലിന്നഹൃദയം മനസ്സിൽ അലിവില്ലാത്തവനും, പാപം പാപിയുമായ ഇന്ദ്രനെ ഘാതയിത്വ കൊല്ലിച്ചിട്ട് കഥാനു എന്നാണ് ഞാനൊന്ന് സുഖം ശയേ സൗഖ്യമായിട്ട് ഉറങ്ങുക. എൻ്റെ മക്കളുടെ ഘാതകനായിരിക്കുന്ന ആ ഇന്ദ്രനെ കൊന്നുകഴിഞ്ഞാൽ മാത്രമാണ് എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുക. ഇവിടെ ദിതി തൻ്റെ മക്കൾ കാരണം ദേവന്മാർ അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതേയില്ല. മറിച്ച് എന്തിന് തൻ്റെ മക്കളെ വധിച്ചു എന്നതിന് ഇന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ്. ഇനി ഒരു പക്ഷേ ഇന്ദ്രൻ സ്വദേഹരക്ഷയ്ക്കു വേണ്ടി കൊന്നാൽ പോലും അതും പാപമല്ലേ? ഇവിടെ ഒരു താത്വികമായ കാര്യമൊക്കെ ദിതി ചിന്തിക്കുകയാണ്. 25-ാമത്തെ ശ്ലോകം. കൃമി വിഡ് ഭസ്മ സപ്ഞ ആസീത് യസ്യ ഈശാഭിഹിതസ്യ ച ഭൂതധൃക് തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. ഈശ അഭിഹിതസ്യ, ഇനിയിപ്പോൾ ഒരാളെ മഹാരാജാവ് എന്ന് വിളിച്ചാൽ പോലും ആ മഹാരാജാവിനുള്ള ദേഹവും സാധാരണക്കാരന്റെ ദേഹം പോലെ മരിച്ച് വെണ്ണീറാകുന്നതാണ്, അല്ലെങ്കിൽ കൃമികീടങ്ങൾ ഭക്ഷിക്കുന്നതാണ്. അതാണ് യസ്യ കൃമി വിഡ് ഭസ്മ സപ്ഞ. യാതൊരു ദേഹത്തിന് കൃമികളെന്നോ വിഷ്ഠയെന്നോ വെണ്ണീറെന്നോ ഉള്ള പേർ ആസീത്
പേര് സിദ്ധിക്കുക എന്ന് വെച്ചാൽ ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അതിനി ആരുടേതായാലും, അയാളിനി എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെയും വലിയ പണക്കാരന്റെയും വലിയ സ്ഥാനത്തിരിക്കുന്നവന്റെയും ഒക്കെ ശരീരത്തിന് സംഭവിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ 3-4 ദിവസം കൊണ്ട് പുഴുക്കളായി മാറുന്നു, ഇനി വല്ല ജന്തുക്കളും കാർന്നു തിന്നാൽ അവയുടെ കാഷ്ഠമായി അത് രൂപാന്തരപ്പെടുന്നു, ഇനി സംസ്കരിച്ചാൽ അത് വെണ്ണീറായി തീരുന്നു. ഇങ്ങനെ ഇത്രമാത്രം നിസ്സാരമായ തത്കൃതേ, ഈ ദേഹത്തെ നിമിത്തമാക്കിയാണല്ലോ ഭയവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ശത്രുവിനെ കൊല്ലാൻ തോന്നുന്നത്. ഇങ്ങനെ ഭൂതധൃക് സഹജീവി ദ്രോഹം ചെയ്യുന്നവൻ സ്വാർത്ഥം, സ്വന്തം നന്മയെ കിം വേദ, അറിയുന്നുണ്ടോ? യതഃ നിരയഃ, ഇത് കാരണം അവന് നരക ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രമാത്രം നിസ്സാരമായ ശരീരത്തെ നിലനിർത്താൻ ആ ഇന്ദ്രൻ ഭ്രാതൃഹത്യാ ദുരിതം ചെയ്തുവല്ലോ. ഇങ്ങനെ ആ ഇന്ദ്രന് ഈ ലോകത്തിന്റെ തത്വം അറിയില്ല, ആത്മശ്രേയസ് എന്താണെന്നറിയാതെ അവൻ സ്വയം നരകത്തിൽ നിപതിക്കും. 26-ാമത്തെ ശ്ലോകം. ആശാസാനസ്യ തസ്യ ഇദം ധ്രുവം ഉന്നദ്ധ ചേതസഃ മദശോഷകഃ ഇന്ദ്രസ്യ ഭൂയാത് യേന സുതഃ ഹി മേ. ഇദം, ഈ നശ്വരമായ ദേഹത്തെ, ധ്രുവം, ശാശ്വതമെന്ന് ആശാസാനസ്യ, കരുതി വരുന്നവനും, ഉന്നദ്ധ ചേതസഃ, അഹങ്കാരം മുഴുത്തിരിക്കുന്ന ചിത്തത്തോടുകൂടിയവനുമായ തസ്യ ഇന്ദ്രസ്യ, ആ ഇന്ദ്രന്റെ, മദശോഷകഃ, അഹങ്കാരം ശമിപ്പിക്കാൻ കഴിവുള്ള, സുതഃ ഹി, ഒരു പുത്രൻ, യേന, ഏത് കാരണത്തിൽ, എന്ത് ആചരിച്ചിട്ട്, നേ ഭൂയാത്ത്, എനിക്ക് ഉണ്ടാകും. ആ ഇന്ദ്രനെ ഏത് വിധത്തിലും വധിക്കണം, അതിനായിട്ട് എനിക്കൊരു മകൻ ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദിതി ചിന്തിക്കുകയാണ്. തന്റെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കശ്യപ പ്രജാപതിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദിതി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനായിട്ട് വളരെയധികം സന്തോഷത്തോടെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. 27-ാമത്തെ ശ്ലോകം. ഇതി ഭാവേന സാ ഭർതൃഹു ആചചാര അസകൃത് പ്രിയം ശുശ്രൂഷയാ അനുരാഗേണ പ്രശ്രയേണ ദമേന ച. ഇതി ഭാവേന, ഇങ്ങനെയുള്ള ചിന്തയോടെ, സാ, ആ ദിതി, ശുശ്രൂഷയ, പരിചരണത്താലും, അനുരാഗേണ, പ്രേമത്താലും, പ്രശ്രയേണ, വിനയത്താലും, ദമേനച, ഒതുക്കത്താലും, അസകൃത്, എപ്പോഴും തന്റെ ഭർത്തുഹു, ഭർത്താവിന്റെ പ്രിയം ആചചാര, പ്രിയത്തെ ആചരിച്ചു വന്നു. 28-ാമത്തെ ശ്ലോകം. ഭക്ത്യാ പരമയാ രാജൻ മനോജ്ഞൈഹി വൽഗുഭാഷിതൈഹി മനോജഗ്രാഹ ഭാവജ്ഞ സുസ്മിത അപാംഗവീക്ഷണൈഹി. ഹേ രാജൻ, ഭാവജ്ഞാഹ, തന്റെ ഭർത്താവിന് എങ്ങനെ പെരുമാറിയാൽ ഇഷ്ടം തോന്നും എന്നറിയാവുന്ന അവൾ, പരമയാ ഭക്തിയ, ഉയർന്ന ഭക്തി കൊണ്ടും, മനോജ്ഞൈഹി, മനോഹരങ്ങളായ, വൽഗുഭാഷിതൈഹി, മധുരമൊഴികൾ കൊണ്ടും, സുസ്മിത അപാംഗവീക്ഷണൈഹി, നല്ല സ്മിതത്തോടുകൂടി, മന്ദസ്മിതത്തോടുകൂടിയ കടാക്ഷ വീക്ഷണങ്ങൾ കൊണ്ടും ഭർത്താവിന്റെ മനസ്സിനെ ജഗ്രാഹ, പിടിച്ചടക്കി. ഇനി എന്ത് പറഞ്ഞാലും സാധിപ്പിച്ചു തരുമെന്ന ഒരു അവസ്ഥയിൽ തന്റെ ഭർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചടക്കാൻ ദിതിക്ക് സാധിച്ചു. ഈ സ്ത്രീകൾക്ക് അതിനുള്ള ഒരു പ്രത്യേക നയചാതുരി ഉണ്ട് എന്നാണ് പറയുന്നത്. 29-ാമത്തെ ശ്ലോകം. ഏവം സ്ത്രീയാ ജഡീഭൂതോ വിദ്വാൻ അപി വിദഗ്ധയാ ബാഢം ഇതി ഇത്യാഹ വിവശഃ ന തത് ചിത്രം ഹി യോഷിതി. അങ്ങനെ ആ കശ്യപ പ്രജാപതി വിദ്വാൻ അപി, വലിയ ജ്ഞാനിയാണ്, എന്നിട്ടും തന്റെ ഭാര്യ കാര്യം സാധിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അതിലും വിദഗ്ധയായിട്ടാണ് ഈ ദിതി പെരുമാറിയത്. ഏവം വിദഗ്ധയാ സ്ത്രീയ,
ഇപ്രകാരം നല്ല സാമർഥ്യമുള്ള ആ സ്ത്രീയാൽ, നാരിയായ ദിതിയാൽ ജഡീഭൂത, മൂഢബുദ്ധിയാക്കപ്പെട്ട് വിവശഃ, അവൾക്ക് അടിമയായി എന്നതുപോലെ, ബാഠം, ശരി, ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഇതി ആഹ, എന്ന് പറഞ്ഞു. തത് യോഷിതി, ആ പറഞ്ഞത് സ്ത്രീയുടെ വിഷയത്തിൽ ന ചിത്രം ഹി, ആശ്ചര്യമല്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറയുകയാണ്. പുരുഷന്മാരെ വശീകരിക്കാൻ ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് 30-ാമത്തെ ശ്ലോകം. വിലോക്യ ഏകാന്തഭൂതാനി ഭൂതാനി ആദൗ പ്രജാപതിഃ സ്ത്രിയം ചക്രേ സ്വദേഹാർത്ഥം യയാ പുംസാം മതിഃ ഹൃത. ആദൗ, ആദിയിൽ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ്, പ്രജാപതിഃ, ഭൂതാനി, ജീവജാലങ്ങളൊക്കെ, ഏകാന്തഭൂതാനി, നിസ്സംഗതയോടെ ഇരിക്കുന്നതായി വിലോക്യ, കണ്ടിട്ട്, ആർക്കും ഒരു സന്തോഷമില്ലാത്തതുപോലെ ബ്രഹ്മാവിന് തോന്നുകയാണ്. എന്തിൻ്റെയോ ഒരു കുറവുണ്ട്. അങ്ങനെ സ്വദേഹാർത്ഥം, തൻ്റെ ശരീര അർദ്ധത്തെ, സ്ത്രീയം ചക്രേ, സ്ത്രീയാക്കി മാറ്റി. യയാ, ഈ സ്ത്രീ പ്രകൃതിയാൽ, പുംസാം മതിഃ, പുരുഷന്മാരുടെ ബുദ്ധി, ഹൃത, ആകൃഷ്ടമായി. സത്യത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. സ്ത്രീക്ക് സന്തോഷിക്കാൻ ഒറ്റയ്ക്കിരുന്നാൽ മതി. അതിന് ഒരാളുടെയും തുണ ആവശ്യമില്ല. കാരണം അവൾക്ക് ഒരു വീട് നന്നായി നോക്കാൻ അറിയാം, ജോലി ഉണ്ടെങ്കിൽ അത് നന്നായി ചെയ്യാൻ അറിയാം, സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാനും അറിയാം. സത്യത്തിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ സന്തോഷമായി ജീവിക്കാൻ ഒരു പുരുഷന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ ആനയ്ക്ക് ആനയുടെ മഹത്വം അറിയില്ല എന്നതുപോലെ ആരൊക്കെയോ ചേർന്ന് അവളുടെ ബുദ്ധിയിൽ ഒരു ചിന്ത ഉണ്ടാക്കി വെച്ചു, പുരുഷനില്ലാതെ നീ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന്. സത്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് സംഭവം. ഒരു ഘട്ടം വരെ പുരുഷന്മാർ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യും. പക്ഷെ ഏതൊരു പുരുഷനും, വിവാഹം കഴിഞ്ഞ പുരുഷനാകട്ടെ കഴിയാത്ത പുരുഷനാകട്ടെ, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എങ്കിൽ, അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരുപാട് മേഖലകൾ ഉണ്ടെങ്കിൽ അവർ പിന്നെയും പിടിച്ചു നിൽക്കും. അല്ലാതെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുക എന്ന ആ ഒരു ചിട്ട മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് മുന്നോട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അറിയാമെങ്കിൽ, ഞാൻ അതാണ് പറഞ്ഞത്, പല സ്ത്രീകൾക്കും ഇതറിയില്ല. അവർ വിചാരിക്കുന്നത് ഒരു കൂട്ടുണ്ടെങ്കിലേ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇത് മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ വിവാഹമോചിതരാകുന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്ന സ്ത്രീകൾ പുനർവിവാഹം ചെയ്യുന്നത് താരതമ്യേന കുറവാണ്. എന്നാൽ പുരുഷന്മാരാകട്ടെ, അവർക്കിനി എത്ര പ്രായമായാലും ഭാര്യ മരിച്ചു പോയാൽ, വിവാഹമോചനം നേടിയാൽ ഉറപ്പായും അവർ രണ്ടാം വിവാഹം കഴിച്ചിരിക്കും. കാരണം അവർക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ അതിനെ സ്ത്രീയാക്കി മാറ്റിയപ്പോൾ, അപ്പോഴാണത്രേ പുരുഷൻ ഒരു സന്തോഷമൊക്കെ ഉണ്ടായത്. അങ്ങനെ പുരുഷന്മാരുടെ ബുദ്ധി ഈ സ്ത്രീ പ്രകൃതിയിൽ ആകൃഷ്ടമായി. ഈ കാര്യത്തെക്കുറിച്ച് ഇംഗ്ലീഷ് അക്ഷരമാല വെച്ചിട്ട് രമണ മഹർഷി വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഹി എന്ന് ഒറ്റക്കെഴുതിയാൽ അത് ഒറ്റയ്ക്കാണ്. എന്നാൽ ഷീ എന്ന് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ SHE എന്നെഴുതുമ്പോൾ ആ ഷീ എന്നതിൽ ഷീയുമുണ്ട്, ഹീയുമുണ്ട്. അവനും അവളും ഒന്നു ചേർന്നാൽ അത് സ്ത്രീ പ്രകൃതിയാണ്. എന്നാൽ അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ മാത്രമാണ്. അവിടെ സ്ത്രീ പ്രകൃതം ഇല്ല. അതുകൊണ്ട് സ്ത്രീയിൽ ഈ രണ്ട് ഭാവവും ഉണ്ട്. ഒരു സ്ത്രീ മനസ്സ് വെച്ചാൽ ഒരു പുരുഷന്റെ ആ ഒരു പൗരുഷം അല്ലെങ്കിൽ ഏത് കാര്യവും ചുണയോടെ ചെയ്യാനുള്ള ഒരു ശക്തി വേണമെന്ന് വെച്ചാൽ സ്ത്രീകൾക്കുണ്ട്. അതാണ് പറഞ്ഞത്, ഷീയിൽ ഹീ ഉണ്ട്, ഹീയിൽ ഷീ ഇല്ല എന്നാണ് രമണ മഹർഷി അതിനൊരു
ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ സ്ത്രീ പ്രകൃതത്തിന് പുരുഷന്മാരെ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുരുഷന്മാരൊക്കെ ജാഗ്രതയോടെ ഇരിക്കുക. ഒരു പുരുഷന് സ്ത്രീയെ ബലാത്കാരമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷേ അതിലേക്കാളും ശക്തമാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ മാനസികമായി കീഴ്പ്പെടുത്തുന്നത്. നമ്മുടെ പുരാണങ്ങളിലെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പല ഋഷിമാരും, അതായത് ജിതേന്ദ്രിയരായിട്ട് കണക്കാക്കപ്പെടുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള കാമവികാരം ഉണരാൻ പല സ്ത്രീകളും കാരണമായിട്ടുണ്ട്. കുറച്ചു നേരത്തെ നമ്മൾ കണ്ടു, ഉർവശിയിൽ അനുരാഗം തോന്നിയതിനാലാണ് അവർക്ക് സ്ഖലനം സംഭവിച്ച് കുടത്തിൽ നിക്ഷേപിച്ച് മിത്രാവരുണന്മാർക്ക് അഗസ്ത്യനും വസിഷ്ഠനും ഉണ്ടായത്. അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചാൽ പുരുഷനെ സ്വാധീനത്തിലാക്കാൻ സാധിക്കും. കാരണം ബ്രഹ്മാവിന്റെ സൃഷ്ടി അങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇത്രയും ജ്ഞാനിയായ കശ്യപന് പോലും ദിതിയുടെ ഈ മനോഭാവം, അതിന് പുറകിലുള്ള ഈ കുടിലത മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാണ് 31-ാമത്തെ ശ്ലോകം. ഏവം ശുശ്രൂഷിതഃ താത ഭഗവാൻ കശ്യപഃ സ്ത്രീയ പ്രഹസ്യ പരമപ്രീതഃ ദിതിം ആഹ അഭിനന്ദ്യ ച. ഹേ താത പരീക്ഷിത്തെ, ഭഗവാൻ കശ്യപഃ, സർവജ്ഞനായ കശ്യപ മഹർഷി, ഏവം ഇപ്രകാരം സ്ത്രീയ, ഭാര്യയായ ദിതിയാൽ ശുശ്രൂഷിതഃ, നന്നായി പരിചരിക്കപ്പെട്ട് അതിൽ പരമപ്രീതഃ, അതിൽ സന്തുഷ്ടനാവുകയും, പ്രഹസ്യ ചിരിച്ചുകൊണ്ട്, ദിതിം അഭിനന്ദ്യ അഭിനന്ദിച്ച് ഇപ്രകാരം ആഹച പറയുകയും ചെയ്തു. കശ്യപ ഉവാച. 32-ാമത്തെ ശ്ലോകം. വരം വരയ വാമൗരു പ്രീതസ്നേഹം അനിന്ദിതേ സ്ത്രീയാ ഭർത്തരി സുപ്രീതേ കഹ കാമ ഇഹ ച അഗമഃ. വാമോരു, അല്ലയോ സുന്ദരി, വരം വരയ, നിനക്ക് എന്താണ് വേണ്ടത് ആ വരത്തെ സ്വീകരിച്ചു കൊള്ളുക. അനിന്ദിതേ, ഒരു കുറ്റവും ഇല്ലാത്തവളെ, അഹം ഞാൻ, തേ പ്രീതഃ, നിന്റെ പേരിൽ സന്തുഷ്ടനാണ്. ഭർത്തരി സുപ്രീതേ, ഭർത്താവ് സന്തുഷ്ടനായാൽ, സ്ത്രീയാഹ, സ്ത്രീക്ക്, കഹ കാമഹ, ഏതൊരാഗ്രഹമാണ്, ഇഹ ച അഗമഃ, ഇഹത്തിലും പരത്തിലും അപ്രാപ്യമായിട്ടുള്ളത്. പക്ഷേ ഭർത്താക്കന്മാർ ഇതുപോലെ സിദ്ധന്മാരായിരിക്കണം. അങ്ങനെ വന്നാൽ ആ ഭർത്താവിനെ പരിചരിച്ച് ശുശ്രൂഷിച്ച് അവരെ സംപ്രീതരാക്കിയാൽ ഭാര്യയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും അവർ നൽകുന്നതാണ്. 33-34 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു, പതി തന്നെയാണ് ഒരു സ്ത്രീക്ക് ദൈവതുല്യനായിട്ടുള്ളത്. പതിഹി ഏവഹി നാരീണാം ദൈവതം പരമം സ്മൃതം മാനസഃ സർവഭൂതാനാം വാസുദേവഃ ശ്രിയഃ പതിഹി. 34 സഹയേവ ദേവതാലിംഗൈഃ നാമരൂപ വികൽപിതൈഃ യുജ്യതേ ഭഗവാൻ പുംഭിഃ സ്ത്രീഭിഃ ച പതിരൂപധൃക്. പതിഹി ഏവ, ഭർത്താവ് മാത്രമാണ്, നാരീണാം, വിവാഹിതരായ സ്ത്രീകൾക്ക്, പരമം ദൈവതം, സർവോപരിയുള്ള ദൈവമെന്ന്, സ്മൃതം ഹി, അങ്ങനെ ഒരു ശാസ്ത്രസങ്കല്പം ഉണ്ടല്ലോ. ശ്രീയപതിഹി വാസുദേവഃ, യഥാർത്ഥത്തിൽ ലക്ഷ്മീകാന്തനായ സാക്ഷാൽ വാസുദേവൻ, സർവഭൂതാനാം മാനസഃ, സകല പ്രാണികളുടെയും ഹൃദയാന്തർഭാഗത്ത് ഇരുന്നരുളുന്നു. ഇങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ്, സഹയേവ, ആ ഭഗവാൻ തന്നെയാണ്, നാമരൂപ വികൽപിതൈഹി, പല നാമങ്ങളും രൂപങ്ങളും സ്വീകരിച്ച് പലതായിട്ടിവിടെ പുരുഷന്മാരായിട്ടിരിക്കുന്നത്. അതായത് സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ വാസുദേവൻ. സ്ഥിതി പരിപാലകൻ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ പരിപാലിക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. അങ്ങനെയുള്ള ഭർത്താവ് സാക്ഷാൽ വാസുദേവനാണ്. അപ്പോൾ അവിടെ അടിവരയിട്ട് പറയുന്നു, സ്ത്രീയെ മനസ്സിലാക്കി സ്നേഹിച്ച്
അവളെ പരിഗണിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന, അവളെ സംരക്ഷിക്കുന്ന ഭർത്താവ് ശരിക്കും വാസുദേവൻ തന്നെയാണ്. അങ്ങനെയുള്ള വാസുദേവനായിട്ടുള്ള ഭർത്താവിനെയാണ് ഒരു സ്ത്രീ ദൈവമായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ ദേവതാലിംഗൈഹി, ദേവരൂപങ്ങളോട് കൂടിയവനായിരുന്ന പുംഭിഹി, പുരുഷന്മാരാലും പതിരൂപധൃക്, ഭർത്തൃരൂപത്തെ ധരിച്ചുകൊണ്ടിരുന്ന സ്ത്രീഭിഹീച്ച, സ്ത്രീകളാലും യുജ്യതേ, ആരാധിക്കപ്പെടുന്നു. അതായത് പുരുഷന്മാർ ഈ ലോകത്തിലുള്ള സകല രൂപങ്ങളിലും ഭഗവാനാണെന്ന് കണ്ട് ആരാധിക്കണം. സ്ത്രീകളാകട്ടെ തൻ്റെ ഭർത്താവ് തന്നെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് തന്നെയാണ് വാസുദേവൻ എന്ന രീതിയിൽ ഭർത്താവിന് വേണ്ടുന്നത് ആ ഭാവത്തിൽ ചെയ്തു കൊടുത്താൽ തന്നെ അത് ഏറ്റവും വലിയ ഈശ്വരാരാധനയായി മാറും എന്ന് പറയുന്നു. 35-ാമത്തെ ശ്ലോകം. തസ്മാത് പതിവ്രതാഃ നാര്യഃ ശ്രേയസ്കാമാഃ സുമധ്യമേ യജന്തേ അനന്യഭാവേന പതിം ആത്മാനം ഈശ്വരം. ഹേ സുമധ്യമേ, സുന്ദരി, തസ്മാത്, അതു കാരണം, ശ്രേയസ്കാമാഃ, ശ്രേയസ് ആഗ്രഹിക്കുന്ന പതിവ്രതാഃ നാര്യഃ, പതിവ്രതകളായ സ്ത്രീകൾ, പതിം, ഭർത്താവിനെ, ആത്മാനം, തൻ്റെ ജീവനായും, ഈശ്വരം, തന്നെ സംരക്ഷിക്കുന്ന ഈശ്വരനായും കരുതി, അനന്യഭാവേന, മറ്റ് വിചാരങ്ങളൊന്നും കൂടാതെ, യജന്തേ, ആരാധിച്ചു വരുന്നു. 36-ാമത്തെ ശ്ലോകം. സഹ അഹം ത്വയാ അർച്ചിതഃ ഭദ്രേ ഈദൃഗ്ഭാവേന ഭക്തിതഃ തത് തേ സമ്പാദയേ കാമം അസതീനാം സുദുർലഭം. അതുകൊണ്ട് അല്ലയോ ഭദ്രേ, ത്വയാ, നിന്നാൽ, സഹ അഹം, അങ്ങനെയുള്ള ഞാൻ, നിന്നാൽ ഈശ്വരനെ പോലെ കാണപ്പെട്ട ഈ ഞാൻ, ഈദൃഗ്ഭാവേന, എന്നെ സേവിക്കുക എന്ന മനസ്സങ്കല്പത്തോടും ഭക്തിതഃ, ഭക്തിയോടും കൂടി, അർച്ചിതഃ, പരിചരിച്ചുവല്ലോ, യത്, അതിനാൽ, അസതീനാം സുദുർലഭം, പതിവ്രതകളല്ലാത്ത സ്ത്രീകൾക്ക് നേടുവാൻ കഴിയാത്ത തേ കാമം, അപ്പോൾ നീ പതിവ്രതയാണ്, അതുകൊണ്ടാണ് നിനക്കിത് ലഭിക്കുന്നത് എന്ന് പറയുകയാണ്. നിന്റെ ആഗ്രഹത്തെ സമ്പാദയെ ഞാൻ നിറവേറ്റുന്നുണ്ട്. എന്തോ ഒരാഗ്രഹം വെച്ചിട്ട് തന്നെയാണ് തന്നെ പരിചരിച്ചത് എന്ന് കശ്യപന് ബോധ്യമുണ്ട്. പക്ഷെ ആ പരിചരണത്തിലുള്ള സന്തോഷമാണ് ഇവിടെ കാണിച്ചത്. ദിതിരുവാച. 37-ാമത്തെ ശ്ലോകം. വരദഃ യദി മേ ബ്രഹ്മൻ പുത്രം ഇന്ദ്രഹണം വൃണേ അമൃത്യും മൃതപുത്രാ അഹം യേന മേ ഘാതിതൗ സുതൗ. ഹേ ബ്രഹ്മൻ, മേ, എനിക്ക്, വരദഃ യദി, അങ്ങ് വരം നൽകും എന്നാണെങ്കിൽ, എനിക്ക് വേണ്ടത് ഇതാണ്. ഇന്ദ്രഹണം, ഇന്ദ്രനെ കൊല്ലുന്ന, ഇന്ദ്രന്റെ ഹന്താവും, അതേപോലെ അമൃത്യും, എനിക്ക് ഒരു മകൻ ജനിക്കണം, ആ മകൻ മരണം സംഭവിക്കാത്തവനായിരിക്കണം. അങ്ങനെയുള്ള പുത്രം, ഒരു പുത്രനെ വൃണേ, ഞാൻ വരിക്കുന്നു, എനിക്ക് അതാണ് ആഗ്രഹം. കാരണം അഹം മൃതപുത്രാഹ, മക്കൾ മരിച്ചുപോയ ഒരമ്മയാണ്. ആ മരണത്തിനൊക്കെ കാരണം യേന, യാതൊരു ഇന്ദ്രനാലാണ്. യേനമേ പുത്രൗ, എൻ്റെ 2 മക്കളും ഘാതിതൗ, കൊല്ലിക്കപ്പെട്ടുവല്ലോ. എനിക്കാകെ ഉണ്ടായ 2 മക്കളും മരിക്കാൻ കാരണക്കാരനായ ആ ഇന്ദ്രനെ കൊല്ലുന്ന, എന്നാൽ എൻ്റെ മകന് ഒരാപത്തും സംഭവിക്കരുത്, അങ്ങനെ ഒരു മകനെ എനിക്ക് വരമായി തരണം എന്നാണ് ദിതി ആവശ്യപ്പെട്ടത്. ഈ ഒരു ആവശ്യം കേട്ടപ്പോഴാണ് കശ്യപ മഹർഷിക്ക് അബദ്ധം മനസ്സിലായത്. തന്നെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള ദിതിയുടെ ഈ ഒരു പരിചരണമൊക്കെ ഇത്തരത്തിലൊരു കുടിലതയായിരുന്നു, ഇങ്ങനെയൊരു കാര്യം സാധിച്ചെടുക്കാനുള്ള കുബുദ്ധിയായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതാണ് 38-ാമത്തെ ശ്ലോകം. നിശമ്യ തദ്വചോ വിപ്രോ വിമനാഹ പര്യതപ്യത അഹോ അധർമ്മഃ സുമഹാൻ അദ്യ മേ സമുപസ്ഥിതഃ. വിപ്രഹ, ബ്രഹ്മജ്ഞനായ കശ്യപമുനി, തദ്വചഃ നിശമ്യ,
ഇപ്പോൾ തുറന്നു പറഞ്ഞപ്പോഴാണ്, അവളുടെ വാക്ക് കേട്ടിട്ട് വിമനാഹ, മനസ്സാകെ ഉഴറി പര്യതപ്യത, പരിതപിച്ചു. അഹോ കഷ്ടം തന്നെ, സുമഹാൻ അധർമ്മ, അതിമഹത്തായ ഒരു അധർമ്മം അദ്യമേ സമുപസ്ഥിത, ഇന്ന് എനിക്ക് വന്നു ചേർന്നുവല്ലോ. കാരണം വരം കൊടുക്കാം എന്ന് ഏറ്റുപോയി. സത്യവാക്കായിട്ടുള്ള ഋഷിമാർക്ക് വാക്കൊന്നേ ഉള്ളൂ, കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അവരെന്ത് പറഞ്ഞാലും കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് അധർമ്മം പറ്റിപ്പോയല്ലോ എനിക്ക്. 39-ാമത്തെ ശ്ലോകം. അഹോ അദ്യ ഇന്ദ്രിയാരാമോ യോഷിന്മയ്യ ഇഹ മായയാ ഗൃഹീതചേതാഃ കൃപണഃ പതിഷ്യേ നരകേ ധ്രുവം. അഹോ വലിയ കഷ്ടമായി. അദ്യ ഇഹ ഇന്നിവിടെ, ഇന്ദ്രിയാരാമഃ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തിയുള്ളതും, യോഷിന്മയ്യ ഒരു സ്ത്രീ രൂപത്തിൽ വന്നിട്ട് ആ മായ എന്നെ കളിപ്പിച്ചു കളഞ്ഞു, എന്നെ കബളിപ്പിച്ചുവല്ലോ. അങ്ങനെ അത് ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് മായ എന്നെ കബളിപ്പിച്ചത്. അങ്ങനെയുള്ള മായയാ ഗൃഹീത ചേതാഹ, ആകൃഷ്ടചിത്തനും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ ഈ പരിചരണമൊക്കെ സത്യമായിട്ട് തോന്നി. അങ്ങനെ കൃപണഹ, ദീനനുമായ ഞാൻ ഈ ഒരു കാര്യം സാധിപ്പിച്ചു കൊടുത്താൽ നരകേ പതിഷ്യേ, നരകത്തിൽ ചെന്ന് വീഴും, ധ്രുവം തീർച്ചയാണ്. ഇനി എന്തു ചെയ്യും? വാക്ക് മാറ്റാനും പറ്റില്ല. ഇതിൽ താൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് സ്വയം പഴിക്കുകയാണ്. ദിതി കാണിച്ചത് സ്ത്രീകളുടെ സഹജ സ്വഭാവമാണ്. പക്ഷെ ഞാൻ ആരായിരുന്നു? ജിതേന്ദ്രിയനാണെന്ന് ഞാൻ അഭിമാനിച്ചു, പക്ഷെ അല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് 40-ാമത്തെ ശ്ലോകം. കഹ അതിക്രമഃ അനുവർത്തന്ത്യാഹ സ്വഭാവം ഇഹ യോഷിതഃ ഭിങ്മാംബത അബുധം സ്വാർത്ഥേ യത് അഹം തു അജിതേന്ദ്രിയഃ. യോഷിതഃ സ്വഭാവം, സ്ത്രീയുടെ സ്വഭാവത്തെ അനുവർത്തന്ത്യാഹ അനുവർത്തിക്കുന്ന ഈ ദിതിക്ക് ഇഹ അതിക്രമഃ കഹ, ഇതിൽ ദിതിയുടെ തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ത്രീകളെ സൃഷ്ടിച്ചതേ ഇങ്ങനെയാണ്. ആ ഒരു സ്വഭാവമാണ് അവൾ കാണിച്ചത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ എന്ന് തോന്നാം. പക്ഷേ ഇവിടെ മായയെ അതിവർത്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും ആ സത്സ്വഭാവത്തിലേക്ക് മാറുമെന്നാണ്. അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ളവർക്കാണല്ലോ മായയെ അതിവർത്തിക്കാൻ സാധിക്കുന്നത്. ആഗ്രഹമുള്ളവരാണെങ്കിൽ, അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ, അവർ കാര്യം കാണാൻ ഏത് രീതിയിലുള്ള അടവും പ്രയോഗിക്കും. അത് അവർക്ക് സ്വാഭാവികമായി സഹജമായി കിട്ടിയ ഒരു സ്വഭാവമാണ്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അതാണ് സ്വാർത്ഥേ, എന്റെ കാര്യത്തിൽ ബോധമില്ലാതായ മാം ധിക്, ഞാനാണല്ലോ ഇപ്പോൾ വിഡ്ഢിയായത്. യത് എന്തെന്നാൽ അഹം തു ഞാൻ അജിതേന്ദ്രിയഃ ജിതേന്ദ്രിയൻ അല്ലാതായി, ബത കഷ്ടമായി പോയല്ലോ. എനിക്ക് എന്താണ് പറ്റിയത്? ഞാൻ വിചാരിച്ചത് ജിതേന്ദ്രിയനായ ഒരു മഹർഷിയാണ് ഞാൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സ്ത്രീ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുന്ന അത്രയും ചാപല്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിന് പുറകിലിരിക്കുന്ന ആ ചതിയെ മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി എനിക്കിപ്പോഴും ആയിട്ടില്ല. അത് ഋജുബുദ്ധി ആയതുകൊണ്ടും കൂടിയാണ്. അവരുടെ ആ കപടബുദ്ധിയെ മനസ്സിലാക്കാൻ ഋജുബുദ്ധിയായ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ അതിന് സ്വയം പഴിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.